അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ എന്നുള്ള പുണ്യമേറിയ നമ്മിലേക്ക് ആഗതമാകുന്ന വിരുന്നുകാരനെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാനും ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാനും ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ഇഖ്ലാസോടെ ആഫിയത്തോടെ ചെയ്തു തീർക്കാനും അള്ളാഹു നമുക്കും നാമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തുടർന്നിട്ട് ഇൻഷാ അള്ളാഹ് റമദാനിൽ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട നോമ്പ്, ആ നോമ്പ് ആർക്കാണ് ഫർള്, നോമ്പിൻ്റെ സുന്നത്തുകൾ എന്താണ്, നോമ്പിൻ്റെ ഫർളുകൾ എന്താണ്, ഷർത്തുകൾ എന്താണ്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്താണ്, അതുപോലെ റമദാനിൽ പ്രത്യേകമായി ചെയ്തു തീർക്കേണ്ട തറാവീഹ് നിസ്കാരം, അത് ഇൻഷാ അള്ളാഹ് അതിൻ്റെ ഇടക്കായിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് റമദാനിൽ നാം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഫർള് ഐനായ അതുപോലെ അറിഞ്ഞിരിക്കൽ നല്ലതായ ഒരുപാട് കാര്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാൻ മാസം എന്നുള്ളത് നമ്മുടെ അറബി മാസങ്ങളിലെ 9ാമത്തെ മാസമാണ് റമദാൻ മാസം. ഈ റമദാൻ മാസത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാകുമ്പോൾ അതിനൊക്കെ ഒരുപാട് പവിത്രതയുണ്ട്. ആ പവിത്രത ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യനാകുന്ന ദൗർബല്യരുമായ നമുക്കും പവിത്രത ഉണ്ടാകണം. ആ ഉണ്ടാകണമെങ്കിൽ റഹ്മാനായ റബ്ബിനെ ഓർമ്മ വേണം. ആ ഓർമ്മിപ്പിക്കാനാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ പവിത്രമായ വ്രതം, നോമ്പ് അള്ളാഹു നമ്മുടെ മേലിൽ ഫർളാക്കിയിട്ടുള്ളത് എന്ന് ബുദ്ധിപരമായിട്ട് നമുക്ക് പറയാം. ഏതൊരാൾക്കും വിശപ്പുണ്ടാകുമ്പോൾ തന്നെത്താനെ യജമാനനെ ഓർക്കൽ സർവ്വസാധാരണയാണല്ലോ. കാട്ടിൽ ആനപ്പിടുത്തക്കാർ ചെയ്യുന്ന പണി, ആന പോകുന്ന വഴിയിൽ വലിയ ഒരു കുഴി കുഴിച്ച് ആന വീഴാനുള്ളതായ തന്ത്രങ്ങൾ അവിടെ നിന്നുണ്ടാക്കി വെക്കും. ആന അതിൽ വീണതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ആനതാത്തൻ അഥവാ കുഴിയിലാക്കിയവൻ തന്നെ അതിനിക്ക് തിന്നാനുള്ള ചെറിയ പലഹാരം, ഒരു പാക്കറ്റ് ബ്രെഡും ബണ്ണുമായിട്ടും 1 ലിറ്റർ പാലുമായിട്ട് പോകും. ആന അവനെ ബഹുമാനിക്കാൻ നോക്കും. അങ്ങനെ പിന്നെയും ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കൂട്ടിയ ഭക്ഷണം കൂടി അതിൻ്റെ ഭക്ഷണവുമായിട്ട് പോകും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഇടയ്ക്കിടെ 2 ദിവസം വിട്ടും കൊണ്ട് വിശപ്പ് കൊടുത്തും കൊണ്ട് ആനക്ക് അവൻ ഭക്ഷണം കൊടുത്താൽ, ആനക്ക് വിശപ്പ് കൊടുത്താൽ ആന പിന്നെ ഇവൻ വിളിച്ച സ്ഥലത്തിലേക്ക് ആന വരുന്നു. മുമ്പ് ആനയെ ഇവൻ പേടിച്ചിരുന്നു. അങ്ങനത്തതായി ഈ താത്തൻ ഇപ്പോൾ അവൻ പറഞ്ഞതുപോലെ കേൾക്കുന്നു. എന്തുകൊണ്ട്? ആനക്ക് ഒരു വിശപ്പ് ഉണ്ടായി. ഇടയ്ക്കിടെ 2-3 ദിവസം നോമ്പൊക്കെ ഉണ്ടായപ്പോൾ ആനക്ക് തന്നെത്താനെ ബോധം വന്നു. ഇതുപോലെ നമുക്ക് എക്സാമ്പിളായിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ മനുഷ്യന് വിശപ്പ് ഉണ്ടാകുമ്പോൾ താനെ പടച്ചതായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ ജഗദീശ്വരനായ റബ്ബു സുബ്ഹാനഹു തആലയെ ഓർമ്മ വരും. ആ ഓർമ്മ വരാൻ വേണ്ടിയും കൂടിയാണ് നോമ്പ് ഇവിടുന്ന് ഫർളാക്കപ്പെട്ടിട്ടുള്ളത്. ഈ നോമ്പിലൂടെ ഒരുപാട് ആത്മീയമായിട്ടുള്ള ചൈതന്യം ഉണ്ടാകുന്നതോടുകൂടെ നമുക്ക് ശാരീരികമായിട്ടുള്ളതായ ഫലങ്ങളും ഉണ്ടാകും. പക്ഷേ നാം ശാരീരിക ഫലങ്ങൾ കരുതി കൊണ്ടല്ല നോമ്പ് നോക്കേണ്ടത്. റഹ്മാനായ റബ്ബിൻ്റെ പൊരുത്തവും അവൻ ഇവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലങ്ങളും ആഗ്രഹിച്ചിട്ടാണ് നാം നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അഥവാ നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചൂട് അധികരിച്ച കാലവും ചില പേടിക്കപ്പെടുന്ന പേടിക്കണോ വേണ്ടേ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ വൈറസുകൾ ഇറങ്ങിയ കാലവും അതിനെ സൂക്ഷിക്കാൻ വേണ്ടി നോമ്പ് പിടിക്കല്ലേ എന്ന് പറയുന്ന ഒരു ജനസമൂഹവും. യഥാർത്ഥത്തിൽ ഹബീബായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സൂമു തസ്ഹു, നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുക, നോമ്പ് അനുഷ്ഠിക്കുക, നോമ്പ് പിടിക്കുക, എന്നാൽ തസ്ഹു, നിങ്ങൾ ആരോഗ്യവാന്മാരാകും. നിങ്ങളുടെ ആരോഗ്യം ദൃഢമാകണമെങ്കിൽ, ആരോഗ്യം നിലകൃതിയാകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ കുറച്ചൊക്കെ വിശപ്പുണ്ടായും കൊണ്ടുള്ളതായി നോമ്പുണ്ടാകണം. അപ്പോൾ അവിടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിന് ചെറിയൊരു റെസ്റ്റ് ലഭിക്കും. അങ്ങനെ റെസ്റ്റ് ലഭിക്കുമ്പോൾ തന്നെത്താനെ ആരോഗ്യവും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ നിലയ്ക്ക് നമുക്ക് ശാസ്ത്രീയമായിട്ട് ആരോഗ്യപരമായിട്ട് ചിന്തിക്കാമെങ്കിലും നമുക്ക് നോമ്പ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തവും അവൻ്റെ കൂലിയും ലഭ്യമാകാനും അവനെ അനുസരിക്കേണ്ട ഭാഗവുമായിട്ടാണ് നാം നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ആരോഗ്യമുണ്ടാകാൻ വേണ്ടിയല്ല. ആരോഗ്യം അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് മാത്രമാണ്.
അതുകൊണ്ട് ആരോഗ്യം കരുതും കൊണ്ട് നോമ്പ് നോക്കിയാൽ നോമ്പ് സ്വഹിയാകും, നോമ്പിൻ്റെ കൂലി കിട്ടും. പക്ഷേ ആരോഗ്യത്തിൻ്റെതായ നിയത്ത് എത്രയാണോ അത്രക്കണ്ട് അതിൻ്റെ കൂലി കുറഞ്ഞും കൊണ്ടുപോകും. ഇത് മഹാന്മാരായ ഇമാമിങ്ങൾ അവർക്കുള്ള കിതാബുകളിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ദുന്യവിയായ ഒരു ഫലം, ഒരു ഫായിദ ഒരാൾ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ ആ ഫായിദയുടെ തോതനുസരിച്ച് അതിൻ്റെ കൂലി കുറഞ്ഞു പോകുമെന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തുഹ്ഫ പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം. ഏതാണെങ്കിലും വായുടെ പശ ഇല്ലാതെയാകുന്നു, അത് പല രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന് ചില ആൾക്കാർ പറഞ്ഞു വരുത്താറുണ്ട്, പേടിപ്പിക്കാറുണ്ട്. നമുക്ക് തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞും കൊണ്ട് സൂമു തസ്ഹു എന്ന് പൊന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വൈറസുകളും ഇതിനേക്കാൾ അപ്പുറത്തെ വൈറസുകളും കണ്ടതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ടേ പറഞ്ഞു, സൂമു തസ്ഹു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, നിങ്ങൾ ആരോഗ്യ ദൃഢരാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യം അധികരിപ്പിച്ചു തരട്ടെ. അതുകൊണ്ട് നോമ്പ് ഇതിൻ്റെ കാരണം കൊണ്ട് ഉപേക്ഷിക്കേണ്ടതില്ല. നോമ്പ് ഉപേക്ഷിക്കേണ്ടത് കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ വരിയായി പറയാം. റമദാനിലെ നോമ്പ് ഫർളാക്കപ്പെട്ടത് ഹിജ്റയിലെ 2-ാം വർഷമാണ്. ഈ നിലക്കുള്ള പ്രഭാതം മുതൽ പ്രദോഷം വരെ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചും കൊണ്ടുള്ള ഈ നോമ്പ്, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങളുടെ പ്രത്യേകതയാണ്. നോമ്പ് മുൻഗാമികൾക്കും നോമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ റമദാനിലെ ഇങ്ങനത്തെ 30 നോമ്പ്, ഈ നിലക്കുള്ള നോമ്പ് അങ്ങനൊന്നും പറയാൻ പറ്റൂല. ഈ രീതിയിലും ഈ മോഡലിലും ഈ കൈഫിയത്തിലുള്ളതായി നോമ്പ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിങ്ങളുടെ പ്രത്യേകതയാണ്. അല്ലാതെ പല ആൾക്കാരും, പല സമുദായക്കാരും, പല മമതക്കാരും ഇവിടെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് എന്ന് മാത്രമല്ല, മുൻഗാമികളായ ഉമ്മത്തിങ്ങൾക്കും നോമ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ നോമ്പും ഈ നോമ്പും രണ്ടാണ്, രണ്ടും ഒന്നല്ല. അത് മഹാന്മാരായ ഇമാമിങ്ങൾ അവർക്കുള്ള കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റമദാൻ മാസത്തിലെ ഷഅബാൻ അവസാനിച്ച് റമദാനിലെ മാസപ്പിറവി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഷഅബാൻ അവസാനിച്ച് 30 പൂർത്തിയായാൽ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമായവർ ആരെല്ലാം? ഒന്ന്, മുസ്ലിമായ മുക്കല്ലഫായ ആവതുള്ള മനുഷ്യന്മാർ. മുസ്ലിമായ മുക്കല്ലഫായ ആവതുള്ള മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവർ. പ്രായപൂർത്തിയും ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്മാർക്ക് നോമ്പ് നിർബന്ധമില്ല. കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ലെങ്കിലും 7 വയസ്സ് മുതൽ തന്നെ നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെടുകയും 10 വയസ്സാൽ നോമ്പ് അനുഷ്ഠിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുകയും വേണം. നിസ്കാരത്തിൻ്റെ മസാലകളെപ്പോലെ തന്നെ. പ്രത്യേകിച്ചും മദ്രസയും സ്കൂളില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ നല്ലോണം നിയന്ത്രിച്ചും കൊണ്ട്, അവരെ കൺട്രോൾ ചെയ്തും കൊണ്ട്, നോമ്പ് കൊടുത്തുകൊണ്ട് കുട്ടികളെ ഈ നിലയ്ക്ക് ഇസ്ലാമിക ചൈതന്യത്തിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ നാം നല്ലോണം ശ്രദ്ധ പുലർത്തണം. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും സ്വാലിഹ്യങ്ങൾ കൊടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവർ അനുഷ്ഠിച്ചില്ലെങ്കിൽ അവർക്ക് കുറ്റമില്ല. പക്ഷേ രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ മൈൻഡ് ചെയ്തില്ലെങ്കിൽ, കുട്ടികൾക്ക് നോമ്പ് കൊടുത്തില്ലെങ്കിൽ, അതിൻ്റെ പേരിൽ അവരെ ഇംപ്ലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, കൽപ്പിച്ചില്ലെങ്കിൽ, അതിൻ്റെ പേരിൽ പേടിപ്പിച്ചില്ലെങ്കിൽ, നിർബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ, അതിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് അതിൻ്റെ പേരിൽ കുറ്റമുണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ലെങ്കിലും നോമ്പ് കൊണ്ട് അവരെ കൽപ്പിക്കുകയും 10 വയസ്സാൽ അടിക്കുകയും ഇങ്ങനത്തെ മസലകൾ ഇവിടെയും ബാധകമാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഭ്രാന്തന്മാർക്ക് നോമ്പ് നിർബന്ധമില്ല. ഹൈദ് നിഫാസുള്ളവർക്ക് നോമ്പ് നിർബന്ധമില്ല. ഹൈദ് നിഫാസുള്ളവർക്ക് നോമ്പ് നിർബന്ധമില്ലെങ്കിലും അവർ റമദാൻ കഴിഞ്ഞാൽ അതിനെ ഖളാ വീട്ടൽ അവരുടെ മേൽ നിർബന്ധമാണ്. പിന്നെ ആവതുള്ളവർക്കാണ്. ആരാണ് ആവതില്ലാത്തവർ, എന്താണ് ആവതി എന്നതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തുള്ള 2ാമത്തെ ക്ലാസ്സിൽ വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.